ഭയങ്കര ചൂടാണല്ലേ നമ്മുടെ അവിടെയൊക്കെ. ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ചെല്ലാം, നേരെ ഫ്രിഡ്ജിൻ്റെ വാതിൽ ഓർക്കുക, ഐസ് വെള്ളം എടുത്ത് പോകുന്നതാണ്. പക്ഷേ പെറ്റ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അവർക്ക് ചൂടിൽ നിന്നൊരു മോചനം എന്ന പോലെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ബക്കാടിക്ക് ഐസ് കൊടുക്കാറുണ്ട് കേട്ടോ. ചൂട് കൂടുതലാവുന്ന സമയത്ത് ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ നാവ് വല്ലാതെ പുറത്തോട്ട് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അണയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ വായിൽ നിന്ന് ഓവറായിട്ട് വെള്ളം വരാറുണ്ട്. ചില ഡോഗ്സൊക്കെ കുഴഞ്ഞു വീഴ വരെ ചെയ്യാറുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐസ് ക്യൂബ്സൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ സാധാ ഐസല്ല കൊടുക്കാറ്. ഐസിനകത്ത് ഐസ് ഇട്ട് വെക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും പൾപ്പ് ചേർക്കും. ഇപ്പം ഞാൻ കൊടുക്കുന്നത് സോയാബീൻ്റെ ഒരു പൾപ്പ് ചേർത്തിട്ടുള്ള ഒരു ഐസാണ് കേട്ടോ. സോയാബീൻ വേവിക്കുക, വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതേ വെള്ളത്തിൽ തന്നെ കുറച്ച് വെള്ളം ലൂസാക്കിയിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കും. അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഇത് അവർക്ക് ചൂടിൽ നിന്ന് ചെറിയൊരു മോചനം കൊടുക്കാറൊക്കെ ഉണ്ടാവും. ഫുള്ളായിട്ടും നല്ല ഒരു പ്രതിവിധി പോലെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവർക്കും ചെറിയൊരു കരുതൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പൾപ്പ് ആയിട്ട് ഐസ് ക്യൂബ് ആക്കി വെച്ചാൽ അവർക്ക് ഇടയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.